രുചിത രഞ്ജു റെസിപ്പിയുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു ലഞ്ച് കോമ്പോയുടെ റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ നോൺ വെജ് ഇഷ്ടമില്ലാത്തവർക്ക്, കഴിക്കാത്തവർക്ക് നോൺ വെജിൻ്റെ അതേ ഫീലിലുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് നമ്മുടെ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കുമ്പളങ്ങ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കുമ്പളങ്ങ പുട്ടിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അത് ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു ഇറച്ചിക്കറിയുടെ ആ ഫീലൊക്കെ കിട്ടും. അതാണ് നമ്മളിന്ന് വെക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കണം കേട്ടോ. ചായ വെച്ചപ്പോൾ തന്നെ ചായയുടെ കളറിനൊക്കെ ഒരു വ്യത്യാസം തോന്നി. എന്താ സംഭവിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ പാല് കാച്ചുന്ന സമയത്ത് സിമ്മയിലിട്ടിട്ട് അങ്ങനെ വെച്ചു കേട്ടോ. പിന്നെ അത് ഞാൻ മറന്നുപോയി. ശരിക്കും പറയണ ഒരു മണിക്കൂറോളം 1.5 ലിറ്റർ പാല് അങ്ങനെ വറ്റി അത് ശരിക്കും നമ്മുടെ പാലട പായസത്തിൻ്റെ അതേ കളറിലായിട്ടാണ്. അതിങ്ങനെ പിറ്റേ ദിവസം ചായ വെച്ചപ്പോൾ ആ ഒരു പായസത്തിൻ്റെ ഫീലാണ് കേട്ടോ നമുക്ക് ഉണ്ടായത്. അങ്ങനെ ചായയെല്ലാം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കൂട്ടാൻ വെക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, അതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. കടലിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വെള്ളം ഒഴിച്ച് ഒരു 5-6 വിസിൽ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അതവിടെ വേവിക്കാൻ വെച്ച നേരം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ചെറിയുള്ളി, ഇത്രയും ചെറിയുള്ളി ഒന്ന് നന്നാക്കി എടുക്കണം. അതുപോലെ തന്നെ ഒരു കുഞ്ഞു കഷ്ണം കുമ്പളങ്ങ ഉണ്ട് കേട്ടോ. കുമ്പളങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒപ്പത്തിനൊപ്പം എടുക്കുക, കുറച്ച് കൂടുതൽ എടുക്കുക, അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക കേട്ടോ. കുമ്പളങ്ങയും കടലയും കൂടെയാണ് ഇന്നത്തെ നമ്മൾ വെജിറ്റേറിയൻ, അതായത് നോൺ വെജിറ്റേറിയൻ വെക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ശരിക്കും പറയുന്നത് നാടൻ ചിക്കൻ കറിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഇതിനുണ്ടാവും കേട്ടോ. കടല കുമ്പളങ്ങയാണ് ഇതിന് ഏറ്റവും നന്നായിരിക്കുക. നമ്മൾ അവിയലിനൊക്കെ എടുക്കുന്ന കുമ്പളങ്ങയില്ലേ, നമ്മൾ അതുപോലെ തന്നെ ഇറച്ചിയിൽ ഉപയോഗിക്കുന്ന കുമ്പളങ്ങ, അതിനൊക്കെ നല്ല കല്ല് പോലത്തെ കുമ്പളങ്ങ ആകുമ്പോൾ ഉടയാണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞു കഷ്ണം മാത്രമേ കുമ്പളങ്ങ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കടല കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുമ്പളങ്ങയും കടലയും നമുക്ക് ഏകദേശം ഒരുപോലെ എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുമ്പളങ്ങ, അതായത് ഉള്ള കുമ്പളങ്ങ വെച്ചിട്ട് ഇന്ന് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇത് രണ്ടും കൂടെ തന്നെ ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. ടേസ്റ്റ് ബേസ് നോക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. പ്രത്യേകിച്ച് മസാലകളൊന്നും ഒരുപാടില്ലാണ്ട് സിമ്പിളായിട്ടുള്ള കറിയാണ്. പക്ഷേ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറയുന്നത് നമ്മുടെ നാടൻ ചിക്കൻ കറി വെച്ചതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുമ്പളങ്ങയുടെ തോലെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വലിയ കഷ്ണങ്ങൾ വേണ്ട കേട്ടോ. കടലയോടുകൂടെ വെക്കുന്നത് കൊണ്ട് തന്നെ കടല കുഞ്ഞതും നമ്മുടെ കുമ്പളങ്ങ ഒരുപാട് വലിയ കഷ്ണമായി കഴിഞ്ഞാൽ കഴിക്കുമ്പോഴും കാണുമ്പോഴും ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കുമ്പളങ്ങ ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള കുമ്പളങ്ങ നന്നാക്കിയിട്ട് ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓരോരോ കറി വയ്ക്കുമ്പോഴും അതിന് കഷ്ണത്തിൻ്റെ മുറിക്കലിന് ഒരു പ്രത്യേക രീതിയുണ്ട് കേട്ടോ. അത് അമ്മയൊക്കെ നല്ല രീതിക്ക് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് കാണാറുണ്ട്. പക്ഷെ നമുക്കൊന്നും അതുപോലെ കറക്റ്റായിട്ട് ചില സമയങ്ങളൊന്നും മുറിച്ചെടുക്കാൻ കിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ ഒരുവിധം കറക്റ്റായിട്ട് ഞാൻ ആ കുമ്പളങ്ങ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു കുഞ്ഞിപ്പിടി ചെറിയുള്ളി കൂടെ നമ്മൾ തൊലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ കടലക്കറി നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. 2-3 വിസിലടിച്ച ശേഷം സിമ്മിൽ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും കടല വേവിച്ചെടുക്കാറുള്ളത്. പിന്നെ മൺചട്ടിയിലാണ് കേട്ടോ ഇന്ന് നമ്മുടെ കറി നമ്മൾ വെക്കുന്നത്. മൺചട്ടി വെക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ അതിലും പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നന്നായി വറുത്ത്, എണ്ണയെന്ന് ചേർക്കാണ്ടാണ് കേട്ടോ നമ്മൾ വറുത്തെടുത്തിരിക്കുന്നത്. വറുത്ത് നമ്മുടെ കടലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കുമ്പളങ്ങ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കുമ്പളങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ അരച്ച് വെച്ചിട്ടുള്ള അരച്ച് വെക്കുകയല്ല, നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചെറിയുള്ളിയില്ലേ, അതുകൂടെ ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. എന്താ പറഞ്ഞാൽ നമ്മൾ ആദ്യമേ കടലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പ് ഒരുപാടാകാൻ പാടില്ല. അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ അതിലേക്ക് ചെറിയുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ തന്നെ നമ്മുടെ കുമ്പളങ്ങ ഒന്ന് വെന്ത് വരണം. അതുപോലെ തന്നെ നമ്മുടെ മസാലകളെല്ലാം തന്നെ നമ്മുടെ കടലയിലേക്കും കുമ്പളങ്ങയിലേക്കും നല്ലപോലെ പറ്റിപ്പിടിച്ച് വരണം കേട്ടോ. ഇത് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമ്മുടെ കുമ്പളങ്ങ വെന്ത് വരും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ടൈം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഒരു അരപ്പുണ്ടാക്കിയെടുക്കാം.
നമ്മൾ തേങ്ങ ചേർത്ത് അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു അരമുറി തേങ്ങ എടുക്കുന്നുണ്ട്. അത് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ മഷി പോലെ നമ്മൾ അരച്ചെടുക്കണം. ഇതിലേക്ക് നിങ്ങൾക്ക് ജീരകത്തിൻ്റെ, അതായത് കുഞ്ഞ ജീരകമില്ല, ചെറിയ ജീരകം, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാനത് ചേർത്തിട്ടില്ല. വെറും തേങ്ങ മാത്രം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുമ്പളങ്ങി എന്താ പറയുക കടലയും കൂടെ നല്ലപോലെ വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇരിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഒരുപാട് മസാലകളൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന കറിയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളിതിൽ തേങ്ങയെല്ലാം ചേർത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ എന്താ പറയുക കടുകൊക്കെ വറുത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറയുന്നത് നമ്മുടെ പാലക്കാടിൻ്റെ സ്പെഷ്യൽ കോഴിയും കുമ്പളങ്ങയും വെച്ചിട്ടുള്ള ആ ഒരു ഫീല് നമ്മൾ ഈ കടലയും കുമ്പളങ്ങയും വെക്കുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ വെള്ളം വറ്റി വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഉപ്പ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് അതിലേക്ക് ചെറിയുള്ളി, ഒരു 3-4 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വതക്കിയെടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളി മൂപ്പിച്ച് ചേർക്കുമ്പില്ലേ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഫീലുമാണ് കേട്ടോ കിട്ടാറുള്ളത്. അപ്പോൾ ഇങ്ങനെ കറി വയ്ക്കുന്ന സമയത്ത് എന്തായാലും നമ്മൾ ചെറിയുള്ളി മൂപ്പിച്ച് ചേർക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ആവശ്യത്തിലുള്ള കറിവേപ്പില കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നോൺ വെജുകാരുടെയും വെജിറ്റേറിയൻകാരുടെയൊക്കെ ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള കോഴിയും കുമ്പളങ്ങയും പോലെ തന്നെയുള്ള നമ്മുടെ കുമ്പളങ്ങയും കടലയും കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇരിക്കുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരികയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ക്യാരറ്റ് വെച്ചിട്ടുള്ള തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കറി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചീവി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇങ്ങനെയുള്ള കറിയുടെ കൂടെ ഈ തൈരൊക്കെ വെച്ചിട്ടുള്ള കറി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. ഞാൻ ഇതിൻ്റെ റെസിപ്പി നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്യാരറ്റ് നല്ലപോലെ തന്നെ ചീവി എടുത്തതിന് ശേഷം അത് വേവിക്കാണ്ട് പച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കുന്ന പച്ചടിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതിൽ തേങ്ങയും തൈരൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് കടുക് വറുത്തത് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്യാരറ്റ് പച്ചയ്ക്ക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറിയുടെ കൂടെ, അതായത് നമ്മുടെ കടലക്കറിയുടെ കൂടെ കഴിക്കാൻ ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും തൈരും ഉപ്പും കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ പച്ചടി റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ കടുക് വറുത്ത് ചേർക്കും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി എന്താ പറയുക മാങ്ങ ഇഞ്ചി കലക്കിയതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മാങ്ങ ഇഞ്ചിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ ക്യാരറ്റ് പച്ചടിയാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കറിവേപ്പിലയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ കാണിച്ചത് കൊണ്ട് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടിയിരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ കടലക്കറി നമ്മുടെ ക്യാരറ്റ് പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ പുട്ടിൻ്റെ കൂടെ ഈ കടലക്കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതും അതിൻ്റെ കുമ്പളങ്ങ ചേർത്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുട്ടൊക്കെ ഒന്ന് നേരത്തെ തന്നെ വെള്ളമൊഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പുട്ടുണ്ടാക്കുന്ന പാത്രത്തിൽ വെള്ളമൊഴിച്ച് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പുട്ടൊക്കെ ഒന്ന് വിടർത്തി എടുക്കുന്നുണ്ട്. രാവിലെ കഴിക്കാൻ വേണ്ടി നമുക്ക് പുട്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും കറികൾ വെക്കുന്ന സമയത്ത് അതിന് മാച്ചായിട്ടുള്ള രാവിലത്തെ പലഹാരങ്ങൾ ഉണ്ടാക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ പലഹാരം എന്താ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ അതിന് മാച്ചായിട്ടുള്ള കറികളാണ് കേട്ടോ ഞാൻ കൂടുതൽ വെക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ കടലയും കുമ്പളങ്ങയും നമ്മുടെ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെയാകുമ്പോൾ എന്താ പറയുക നമുക്ക് പണി ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. എന്താ പറഞ്ഞാൽ ഒരു കറി വെച്ചാൽ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചക്കലത്തെ
ചോറിനും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് കൂടുതൽ മാക്സിമം രാവിലെ നമുക്ക് ഇപ്പോൾ തിരക്കുള്ള സമയങ്ങളിൽ ഇപ്പോൾ പറഞ്ഞാൽ വെക്കേഷനാണ്, എന്നാലും ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. വലിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ക്ലാസ് ഒന്നും തീർന്നിട്ടുണ്ടാവില്ല, ക്ലാസ്സൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അത് സ്കൂൾ പൂട്ടി വന്നിട്ട് തിരക്കിനൊന്നും യാതൊരു കുറവുണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. എളുപ്പം പറഞ്ഞാൽ നമ്മൾക്ക് ഒരു കറി വെച്ചാൽ തന്നെ രണ്ടിനും ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ പണി എളുപ്പമാണ്, സമയവും ലാഭമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്, കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ ഇട്ടു പറഞ്ഞിട്ട് പുട്ടിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലുണ്ട്, അതിന് യാതൊരു കുറവും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ ഒരു കഷ്ണം എടുത്ത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കുമ്പളങ്ങയും കടലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കുമ്പളങ്ങയും കോഴിയും വെച്ചിട്ടുള്ള അതേ ഫീലാണ് ഈ കറിക്ക് ഉണ്ടാവാറുള്ളത്. വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇത്. ദോശ, ചപ്പാത്തി ഇതിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പുട്ടിനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.